ഹായ് ഫ്രണ്ട്സ്, ഞാനും കാശിമോനും മുറ്റത്തിരുന്ന് നല്ല കളിയിലാട്ടോ. അപ്പം പൂവൊക്കെ പിടിച്ച് ഉള്ളതൊക്കെ വെച്ച് നല്ല കളിയിലാണ്. അപ്പോൾ അവൻ്റെ കൂടെ കളിക്കാതിരിക്കുമ്പോഴാണ് ഇന്നൊരു പരിപാടി ഉണ്ട്, അതിന് ഗിഫ്റ്റും കാര്യങ്ങളും വാങ്ങാനുള്ള ഓർമ്മ വന്നത്. അങ്ങനെ അവനെ വീട്ടിൽ വെച്ച് ഞാൻ ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങാൻ പോയതാണ് കേട്ടോ. അപ്പോൾ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഗിഫ്റ്റ് വാങ്ങാൻ വിചാരിച്ചിട്ടോ. അങ്ങനെ ഇതാണ് എൻ്റെ കണ്ണിൽപ്പെട്ടത്. അങ്ങനെ അതും വാങ്ങി, 2 ഗ്രീറ്റിങ്സും വാങ്ങി തുമ്പിമൊക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഗിഫ്റ്റ് സെറ്റായി. അവിടെയുള്ള ചേച്ചി അത് പൊതിയാണ് കേട്ടോ. ചേച്ചി അത് സെറ്റാക്കുമ്പോൾ ഞാൻ അവിടെയുള്ള കളക്ഷൻസും കാര്യങ്ങളൊക്കെ നോക്കി വരുമ്പോൾ ചേച്ചി അത് കംപ്ലീറ്റ് ചെയ്ത് ഫ്ലവറൊക്കെ സെറ്റാക്കി കേട്ടോ. സംഭവം അടിപൊളിയാക്കി ഗിഫ്റ്റാക്കി തന്നിട്ടുണ്ട് കേട്ടോ ചേച്ചി. ഇതൊക്കെ കഴിഞ്ഞിട്ട് ചേച്ചിനോട് ഞാൻ പറഞ്ഞ് നെയിം സ്ലിപ്പും കാര്യങ്ങളൊക്കെ വേണം പേര് എഴുതാൻ വേണ്ടിയിട്ട്. ഞാൻ അതും ചേച്ചി അത് അവിടെ നിന്ന് സെറ്റാക്കി തന്നെ. അങ്ങനെ വീട്ടിലെത്തി. ഈ കമ്മൽ കണ്ടോ, കഴിഞ്ഞ വാവുത്സവത്തിന് വാങ്ങിയതാട്ടോ. ഈ ഡ്രസ്സിലേക്ക് നല്ല മാച്ചാണ്. അപ്പോൾ പിന്നെ അതൊക്കെ സെറ്റാക്കി ഞാൻ പിന്നെ വേഗം മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എങ്ങനെയുണ്ട്, സൂപ്പറായില്ലേ? അങ്ങനെ മക്കളെ രണ്ടാളും ഒരുങ്ങിയിട്ടുണ്ട്. അവരൊരു ആളെ കൂടെ ഒളിച്ചുപൊളി കളിക്കണം. അതിൻ്റെ സന്തോഷം കേട്ടോ കാശിമോൻ്റെ മുഖത്ത്. അമ്മ കുട്ടിയുടെ അമ്മ കുട്ടിയുടെ കാശി, അമ്മ കുട്ടിയുടെ ഇതാ പറയും. കാശിമോൻ കൂടെ കളിക്കണ വേറെ ആരെയും കൂടിയല്ല, അവൻ്റെ വല്യമ്മേൻ്റെ കൂടെയാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരുങ്ങി കല്യാണ വീട്ടിലെത്തി. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടുമാണ്. ഫ്രണ്ട് കൂടി മാത്രമല്ല, ഞങ്ങളൊരു നൈബറും കൂടിയാണ് കേട്ടോ. അങ്ങനെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ അടിപൊളിയാക്കി കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോവാണ് കേട്ടോ. അപ്പവും കിച്ചുകൊണ്ട് എൻ്റെ കൂടെ. അങ്ങനെ കുറച്ച് നടന്ന് പോകാനുള്ളൊരു പാലം കിടക്കാനുള്ള ദൂരമുള്ളൂ കേട്ടോ. അങ്ങനെ ഇത് ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തുള്ള പാലത്തിൻ്റെ താഴെ ഒരു ഫ്ലോട്ടിംഗ് ഹോട്ടൽ വരുന്നുണ്ട്. അതിൻ്റെ കുറച്ച് വ്യൂസാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. അതിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ നടക്കണം. അപ്പം നടന്ന് പോകാനുള്ള തീരുമാനത്തിലാട്ടോ ഞങ്ങളെല്ലാവരും. ഭക്ഷണം കഴിച്ചതല്ലേ, അതൊന്നും അങ്ങോട്ട് സെറ്റായിക്കോളും. അത് പുഴയും കാര്യങ്ങളൊക്കെയാണ്. പകൽ കാണാൻ അടിപൊളിയാണ്. ബിരിയാണി എന്ന ക്ഷീണാലോ തുമ്പി ചിരിക്കി. തുമ്പിമോളോട് അപ്പൂസ് പറയണ കേട്ടില്ല, സത്യമാണ്. അവൾ കണ്ട് കയറിപ്പോണ്. അത് നമ്മളും ചെറുപ്പത്തിൽ അങ്ങനെയൊക്കെ ഇല്ല. എത്ര സുഖത്തിൽ നടക്കാനുള്ള വഴി ഉണ്ടെങ്കിലും കുറച്ച് കഷ്ടപ്പെടാനുള്ള വഴി കൂടിയാണല്ലോ കയറിപ്പോവുക. അതെല്ലാവരും അങ്ങനെ തന്നെ. എനിക്കിപ്പോൾ അങ്ങനെ കയറിപ്പോകാൻ ആവതില്ലാത്തതുകൊണ്ട് ഞാൻ സ്റ്റെപ്പ് കയറിയിട്ടാണ് ഇട്ട് പോകുന്നത്. ഞങ്ങൾ സംസാരിച്ച് കുറച്ച് നല്ല വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ കാട്ടുകൂടി ഇടവഴിക്കൂടിയൊക്കെ നടന്ന് വീട്ടിലെത്തിയിട്ടോ. വീട്ടിലെത്തിയപ്പോൾ കാശിമോൻ നല്ല കളിയിലാണ്. അമ്മമ്മ പൊന്നയുടെ അമ്മമ്മ പൊന്നയുടെ അമ്മമ്മ മുത്തടിടാ സ്വർണ്ണട്ടാ അമ്മ കുട്ടിയുടെ ഒരു ഉമ്മ ഒരു അമ്മമ്മക്ക്. അങ്ങനെ കാശിമോൻ കാണിക്കണുണ്ടല്ലോ അമ്മേൻ്റെ മോനെ എവിടെ ചോദിക്കുമ്പോൾ നെഞ്ഞത്ത് കൈ വെച്ചിട്ട്. ഇപ്പോൾ 2 ദിവസമായിട്ട് പഠിച്ച കാര്യമാണ് കേട്ടോ. അങ്ങനെ ഓരോ കാര്യങ്ങളും പഠിച്ചെടുക്കണം കേട്ടോ. ഇതൊക്കെയാണ് കല്യാണത്തിന് പോയ വിശേഷങ്ങൾ. അപ്പോൾ ഓക്കെ, ബൈ.